ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് റിഡംഷൻ ആണ്. അതായത് റിഡംഷന്റെ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ റിഡംഷന്റെ കണ്ടീഷനും കൂടെ ചേർത്തിട്ടാണ് പറയുക. അപ്പോൾ ആ ഒരു സമയത്തുള്ള ഒരു 5-6 കേസുള്ള ജേണൽ എൻട്രി കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ ഒരു പാർട്ടിലേക്ക് കടക്കുക, അല്ലെങ്കിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലാവില്ല. സോ ജേണലൈസ് ദ ഫോളോയിങ് ഇൻ ദ ബുക്സ് ഓഫ് ലിമിറ്റഡ് കമ്പനി. ഒരു 5 കേസ് തന്നിട്ടുണ്ട്, ഇവിടെ കാണാൻ പറ്റും 5 കേസ്. ഓരോന്നിൻ്റെയും ജേണൽ എൻട്രി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇഷ്യൂഡ് 2007% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് ആൻഡ് റീപേബിൾ അറ്റ് പാർ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ പറ്റും, 100 രൂപ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, 100 രൂപ വിലയുള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 100 രൂപയ്ക്ക് തന്നെയാണ്. പക്ഷെ റീപേ ചെയ്യുന്നത്, അതായത് റിഡംഷൻ ചെയ്യുന്നത്, അത് തിരിച്ചു കൊടുക്കുന്നത് പാറിലാണ്. തിരിച്ചു കൊടുക്കുന്നതും 100 രൂപയിലാണ് എന്നുള്ളതാണ് പറയുന്നത്. പാർ എന്ന് പറയുമ്പോൾ ആ 100 രൂപ തന്നെ, ഫേസ് വാല്യൂ 100 ആണല്ലോ. സെക്കൻഡ് കേസാണ് ഇഷ്യൂ 2007% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് 95 രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. റീപേ ചെയ്യുന്നത് പാറിലാണ്, എന്ന് വെച്ചാൽ 100 രൂപക്ക് അല്ലെ. അപ്പോൾ ഓരോ കേസും, ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് ഓരോ കേസും വരാം. ഫസ്റ്റ് കേസിൽ ഇഷ്യൂഡ് അറ്റ് പാറും റിഡംഷൻ അറ്റ് പാർ, ആ കേസാണ്. ഇഷ്യൂ ചെയ്യുന്നതും റിഡീം ചെയ്യുന്നതും പാറിലാണ്. ആ കേസിൽ ജേണൽ എൻട്രി നോർമലൈസ് കൊടുക്കും. സാധാരണ ജേണൽ എൻട്രി, ബേസ് ജേണൽ എൻട്രി ഇതാണ്, ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, ഇഷ്യൂ ഡിബഞ്ചേഴ്സ് അറ്റ് പാർ 2 ലക്ഷം. അത്രയേ ഉള്ളൂ. അത് ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ എമൗണ്ട് എങ്ങനെയാണ്? 2000 × 100, അതാണ് 2 ലക്ഷം. ദെൻ സെക്കൻഡ് കേസാണ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്. അതായത് 100 രൂപ വിലയുള്ള ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിൽ 95 രൂപക്കാണ്. അപ്പം 5 രൂപ ഡിസ്കൗണ്ട് ആണ്. റീപേബിൾ അല്ലെങ്കിൽ റിഡംഷൻ ചെയ്യുന്നത് 100 രൂപക്കാണ്. പാറിലാണ് റിഡംഷൻ ചെയ്യണത്. ആ കേസിലുള്ള ജേണൽ എൻട്രിയിലേക്ക് വരാം. സോ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ്, ബേസ് ജേണൽ എൻട്രി ആദ്യം കൊടുക്കാം. ദെൻ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്നും കൂടെ അവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഡിബഞ്ചേഴ്സിൻ്റെ ഫേസ് എത്രയാണോ ഫേസ് വാല്യൂ, അത് ഇവിടെ 2 ലക്ഷം കൊടുക്കുക. ശേഷം ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് കൊടുക്കുക. 2 ലക്ഷത്തിൽ നിന്ന് 10,000 കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് 1,90,000 നമ്മൾ എന്ത് ചെയ്യുക, ബാങ്ക് അക്കൗണ്ടിൽ നേരെ കൊടുക്കുക. അപ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് എങ്ങനെ കിട്ടിയതെന്ന് കൂടെ മനസ്സിലാക്കണം നിങ്ങൾ. ഇവിടെ 5% ആണ് 5% ഡിസ്കൗണ്ട്. ദാറ്റ് മീൻസ് 95 രൂപ എന്ന് പറയുമ്പോൾ 5 രൂപയാണ് അവിടെ ഡിസ്കൗണ്ട് അല്ലെ. അപ്പോൾ എത്ര ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? 2000 ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 2000 × 5 അങ്ങനെയാണ് 10,000 കിട്ടുക. ഇവിടെ 2000 × 95 അങ്ങനെയാണ് 1,90,000 കിട്ടുക അല്ലെ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര? 2 ലക്ഷം കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഡിബഞ്ചേഴ്സിൻ്റെ ഇവിടെ 2000 × 100 അങ്ങനെയാണ് 2 ലക്ഷം കിട്ടിയിട്ടുള്ളത്. സോ അങ്ങനെ ഓരോ ജേണൽ എൻട്രി മനസ്സിലാക്കണം. ദെൻ തേർഡ് കേസിലേക്ക് വരാം. ഇഷ്യൂഡ് 2007% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് 110 ഈച്ച്. അതായത് ഒന്നിൻ്റെ വില 110 രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. റീപേബിൾ അറ്റ് പാർ, തിരിച്ചു കൊടുക്കുന്നത് 100 രൂപ തന്നെയാണ്, പക്ഷേ ഇഷ്യൂ ചെയ്ത് 110 രൂപക്കാണ്. 110 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റീപേബിൾ അല്ലെങ്കിൽ റിഡംഷൻ അറ്റ് പാർ, ആ കേസാണ് മൂന്നാമത്തെ കേസ്. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, പ്രീമിയത്തിലാണ്. സോ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് എന്ന ബേസ് ജേണൽ എൻട്രി കൊടുക്കാം. ദെൻ പ്രീമിയത്തിലായതുകൊണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എന്നും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ജേണൽ എൻട്രിയുടെ എമൗണ്ട് കൊടുക്കേണ്ടത് ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഇവിടെ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഫേസ് വാല്യൂ കൊടുത്തു, അതേപോലെ തന്നെ ഇവിടെ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 lakh ഫേസ് വാല്യൂ കൊടുക്കുക. പ്രീമിയം 20,000 ആണ്. പ്രീമിയം 20,000 ആണെന്നുള്ളത് എങ്ങനെ മനസ്സിലായി? 100 രൂപ വിലയുള്ള ഷെയർ ഡിബഞ്ചർ 110 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു, അതായത് ആ 10 രൂപയാണ് പ്രീമിയം. അപ്പോൾ 10 × 2000 അല്ലെ, 10 × 2000 അതാണ് 20,000. ബാക്കിയുള്ളതാണ് ബാങ്കിൽ കാണിക്കേണ്ടത്. എങ്ങനെ? 90 × 2000, സോറി 90 അല്ല, 110 × 2000 കേട്ടോ ഇവിടെ കാണിക്കേണ്ടത്. 110 × 2000, കാരണം ഇവിടെ 100ഉം 10ഉം അല്ലെ, ടോട്ടൽ 110 ആണ്. അങ്ങനെയാണ് വരിക. ഇവിടെയാണ് 100 × 2000 വരിക. ഏതിൽ? ഡിബഞ്ചറിൽ 100 × 2000 വരും. ഓക്കെ ആണല്ലോ. ദെൻ ഫസ്റ്റത്തെ 3 കേസും വലിയൊരു പ്രശ്നമില്ല, കാരണം അതിലെ ഡിബഞ്ചറിൻ്റെ ഇഷ്യൂ മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ. എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു റിഡംഷൻ ഫുള്ള് പാറിലാണ്, അതുകൊണ്ട് പ്രശ്നമില്ല.
ഇനി നാലാമത്തെ കേസ് ശ്രദ്ധിക്കാനുണ്ട്. അവിടുന്ന് മുതൽ ഇഷ്യൂഡ് 2007% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. അതായത് ഇഷ്യൂ ചെയ്യുന്നത് 100 രൂപ വെച്ചിട്ട് തന്നെയാണ്, അത് പ്രശ്നമില്ല. പക്ഷെ റീപേബിൾ അറ്റ് 105, 105 രൂപക്കാണ് അത് റീപേബിൾ ചെയ്യുന്നത്. 105 രൂപക്ക് റീപേബിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അത് പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്, അല്ലെ 5 രൂപ പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്. സോ അതിൻ്റെ ജേണൽ എൻട്രിയിലേക്ക് വരാം. ആദ്യം ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് എന്ന് കൊടുക്കാം. ഡിബഞ്ചേഴ്സിന് നേരെയുള്ള 2 ലക്ഷം എമൗണ്ട് കൊടുക്കാം. ദെൻ കൊടുത്തതിന് ശേഷം പ്രീമിയം റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, അതുകൊണ്ടാണ് ടു പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ടു പ്രീമിയം ഓൺ റിഡംഷൻ. അപ്പോൾ പ്രീമിയം എത്രയാണ് എമൗണ്ട് വരുന്നത്? 5 രൂപയാണ് പ്രീമിയം വരുന്നത്, അല്ലെ? 5 രൂപ. സോ അതുകൊണ്ട് ടോട്ടൽ 2000 ഷെയർസ്, 2000 5 രൂപ പ്രീമിയം വെച്ചു. 2000 ഇൻറ്റു 5 10,000 വന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ 2,10,000 ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് 2 ലക്ഷം കൊടുക്കാം. ബാങ്ക് 2 ലക്ഷം. ബാക്കി വരുന്ന ആ എമൗണ്ട് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 10,000 അവിടെ കാണിക്കാം. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും നമുക്ക് എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് കൊടുക്കുന്നത് 2 ലക്ഷമാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി വരുന്ന 10,000 എവിടെ പോയി? അതെന്താണ്? നഷ്ടമാണ്. ആക്ച്വലി ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് പാറിലാണ് ഇഷ്യൂ ചെയ്തത്, അതുകൊണ്ട് ഇവിടെ 2 ലക്ഷം കിട്ടിയത്. പാർ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ 2000 ഇൻറ്റു 100 ആണ്. പാറില ഇഷ്യൂ ചെയ്തത് 100 രൂപക്ക്. അപ്പോൾ 2 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. ഓക്കെ അല്ലേ? സോ അപ്പോൾ ബാക്കി വരുന്ന എമൗണ്ട് ഇവിടെ എന്ത് കാട്ടും? 10,000 എന്ന് എഴുതിയിട്ട് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അത് നഷ്ടമായിട്ട് നമ്മളത് പരിഗണിക്കും. അങ്ങനെ ലോസ് എന്നത് കാണിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എമൗണ്ട് ഒന്നും ശ്രദ്ധിക്കുക. ആദ്യം 2 ലക്ഷം കൊടുക്കുക, ദെൻ പ്രീമിയത്തിൻ്റെ എമൗണ്ട് കൊടുക്കുക, ദെൻ 2,10,000 ടോട്ടൽ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ബാങ്ക് നമുക്ക് ടോട്ടൽ കിട്ടിയ എമൗണ്ട് എത്ര നോക്കുക? 2 ലക്ഷം ആണ്. പാറിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ബാങ്ക് 2 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. ദെൻ ബാക്കി വരുന്ന എമൗണ്ട് എത്ര? 2,10,000 ഈ 2 ലക്ഷം കുറച്ചാൽ ബാക്കി വരുന്ന 10,000 നമ്മളിവിടെ എഴുതിയിട്ട് അതിന് നേരെ എന്ത് കൊടുക്കുക? ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് കൊടുത്താൽ മതി. അതാണ് സിമ്പിൾ. ദെൻ മറ്റൊരു കേസിലേക്ക് വരാം. അഞ്ചാമത്തെ കേസ് ഇഷ്യൂഡ് 2007% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് തന്നെയാണ്. 100 ഈച്ച് അറ്റ് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. റീപേബിൾ അറ്റ് 110, അതായത് 110 രൂപക്ക് റിഡംഷൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇവിടെ 95 രൂപ എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഇവിടെ പ്രീമിയത്തിലാണ് അത് റെഡീം ചെയ്യുന്നത്. അപ്പോൾ അതാണ് കേസ്, അല്ലെ? ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ടും റിഡംഷൻ അറ്റ് പ്രീമിയവും, അതാണ് കേസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് എന്ന ബേസ് ജേണൽ എൻട്രി കൊടുക്കുക. ഡിബഞ്ചേഴ്സിന് നേരെ 2 ലക്ഷം കൊടുക്കാം. എല്ലാവർക്കും സംശയമില്ല. ദെൻ പ്രീമിയം ആണ്, പ്രീമിയം ഓൺ റിഡംഷൻ. പ്രീമിയം അവിടെ പറഞ്ഞിട്ടുണ്ട് 10 രൂപയാണ് പ്രീമിയം പറഞ്ഞിട്ടുള്ളത്. 110 രൂപക്കല്ലേ? അപ്പോൾ 2000 ഇൻറ്റു 10, അങ്ങനെയാണ് 20,000 കിട്ടിയിട്ടുള്ളത്. ദെൻ അപ്പോൾ നമുക്ക് ഈ 2 ലക്ഷവും കിട്ടി, 20,000 കിട്ടി. ടോട്ടൽ 2,20,000 ഇവിടെ കാണാൻ പറ്റും. ഇനി ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എത്രയാണോ എമൗണ്ട് ശരിക്കും കിട്ടിയിട്ടുള്ളത് നോക്കണം. ഓക്കെ. ഇഷ്യൂ ചെയ്തപ്പോൾ എത്രയാണോ എമൗണ്ട് കിട്ടിയിട്ടുള്ളത് കൃത്യമായിട്ട് നോക്കണം. ഇഷ്യൂ ചെയ്ത് ശരിക്കും 2000 ഷെയർ ഇഷ്യൂ ചെയ്ത ഡിസ്കൗണ്ടിലാണ് 95 രൂപക്കാണ് ഇഷ്യൂ ചെയ്തത്. അത് 2000 × 95 1,90,000 ആണ് കിട്ടിയത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 1,90,000. അപ്പോൾ ഇവിടെ 2,20,000 ഇവിടെ ഈ ഭാഗത്തുണ്ട്. ഈ 2,20,000 നിന്ന് 1,90,000 കുറച്ചാൽ ബാക്കി എത്രയാണോ കിട്ടുന്നത് ആ എമൗണ്ട് 30,000 നമ്മളിവിടെ കൊടുക്കുന്നു. ആ 30,000 നേരെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അല്ലെ? ഇപ്പോൾ ഇത് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. രണ്ടും കൂടിയാണ് ആക്ച്വലി ഇവിടെ ഉള്ളത്. ഡിസ്കൗണ്ട് ഉണ്ട്, ഡിസ്കൗണ്ടിന്റെ ലോസ് ഉണ്ട്, പ്രീമിയത്തിൽ കൊടുത്ത ലോസും ഉണ്ട്. അപ്പോൾ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേൾക്കുക, ശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ദെൻ മറ്റൊരു ടോപ്പിക്കിലേക്ക് വരാം. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിന്റെ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിലൊക്കെ കാണാൻ പറ്റും, പലപ്പോഴും ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും 7% ഡിബഞ്ചേഴ്സ്, 8% ഡിബഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കാണാം 7% ഡിബഞ്ചേഴ്സ് അല്ലേ. ഇനി ഈ ഒരു കേസ് ഇതുവരെ ആ ഒരു ഡിബഞ്ചേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ 7% ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ 10% ഡിബഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്ത് സംഭവം? ആ ഡിബഞ്ചേഴ്സിന്റെ മുകളിൽ ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്, കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ്, ഒന്ന് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ടു ഇൻകം ടാക്സ് പേയബിൾ. ഇൻകം ടാക്സ്
കൊടുക്കുന്നതും ഇവിടെ കാണിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഡിബഞ്ചേഴ്സ് ഡ്യൂ ആവണ ജേണൽ എൻട്രി കൊടുക്കാം. ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. കേട്ടോ, ബാങ്ക് കാരണം കയ്യിൽ നിന്ന് ക്യാഷ് പോയതാണ്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ക്യാഷ് പോയി. അപ്പോൾ അതുകൊണ്ട് ആ സെറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക്. ക്യാഷ് ഇങ്ങോട്ട് കിട്ടിയാൽ ഡെബിറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ദെൻ അത് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്യാൻ മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആക്ച്വലി ഒരു കമ്പനി സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇതൊരു എക്സ്പെൻസ് ആയി ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇൻകം ടാക്സ് കൊടുക്കുന്ന ജേണൽ എൻട്രി ഇൻകം ടാക്സ് പേബിൾ അക്കൗണ്ട് അപ് ടു ബാങ്ക്. ഓക്കെ, ഇൻകം ടാക്സ് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി നമ്മൾ ഇവിടെ കൊടുത്തു. ഇൻകം ടാക്സ് കൊടുക്കുന്ന ജേണൽ എൻട്രി ഇൻകം ടാക്സ് അക്കൗണ്ട് അപ് ടു പേബിൾ, ബാങ്ക്, ഇൻകം ടാക്സ് പേബിൾ അക്കൗണ്ട് അപ് ടു ബാങ്ക്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റ് ഒന്ന്, എ ലിമിറ്റഡ് ഇഷ്യൂഡ് 2010% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. ഡിസ്കൗണ്ട് 10%. ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്, 10% ഡിസ്കൗണ്ട് ആണ്. അതായത് ഇവിടെ 10% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. 100 രൂപയാണ് ഒന്നിന്റെ വില. 100 രൂപ ഒന്നിന്റെ വില എന്ന് പറയുമ്പോൾ 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 100ന്റെ 10% എത്രയാണ്? 10. ഓക്കെ, അപ്പോൾ 10 രൂപയാണ് ഡിസ്കൗണ്ട് ഉള്ളത്. റെഡീമബിൾ അറ്റ് പ്രീമിയം 10% ആണ്. അപ്പോൾ 100ന്റെ 10% 10. അപ്പോൾ 10 ഡിസ്കൗണ്ടും 10 പ്രീമിയവും രണ്ടും എത്രയാണ്? 10 രൂപയാണ്. ഗിവ് ജേണൽ എൻട്രി റിലേറ്റിംഗ് ടു ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചർ ഇൻട്രസ്റ്റുമായിട്ടുള്ള ജേണൽ എൻട്രി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എടാ, ഇങ്ങനെ ക്വസ്റ്റ്യനിൽ വന്നാൽ മാത്രം ഈ ഡിബഞ്ചർ ഇൻട്രസ്റ്റിന് ജേണൽ എൻട്രി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരിക്കലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അങ്ങനെ വന്നാൽ മാത്രം. അപ്പോൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? December 31 കൊടുക്കുന്നുണ്ട്. അസ്യൂമിങ് ദാറ്റ് ഇൻട്രസ്റ്റ് വാസ് പെയ്ഡ് ഹാഫ് ഇയർലി, പകുതിയാണ് കൊടുക്കുന്നത്, ഹാഫ് ഇയർലിയാണ് കൊടുക്കുന്നത്. ഡിസംബർ ഇൻട്രസ്റ്റിനാണ് അത് ഈ ശരിക്കും അത് അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നു. പക്ഷേ ജൂൺ 30-നും December 31-നും അങ്ങനെ രണ്ട് ദിവസങ്ങളിലായിട്ട്, അല്ലെങ്കിൽ 2 ഘട്ടങ്ങളായിട്ടാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഒന്ന് ജൂൺ 30, പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് December 30. ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് 10% ആണ് ടാക്സ് ഉള്ളത്. എ ലിമിറ്റഡ് ഫോളോ കലണ്ടർ ഇയർ ആസ് അക്കൗണ്ടിങ് ഇയർ. കലണ്ടർ ഇയർ ആണ് ഫോളോ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ജനുവരി തുടങ്ങിയിട്ട് ഡിസംബറിലാണ് അവസാനിക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രീസ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മനസ്സിലാവും ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റിഡംഷൻ അറ്റ് പ്രീമിയം, ആ ഒരു കേസാണ്. അപ്പോൾ ആ കേസിൽ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസ് ജേണൽ എൻട്രി കൊടുക്കാം. ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് എന്ന ബേസ് ജേണൽ എൻട്രി കൊടുക്കുന്നു. ദെൻ അതിൻ്റെ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും. 10% പ്രീമിയം എന്ന് പറയുമ്പോൾ 100ന്റെ 10%, നേരത്തെ പറഞ്ഞു 100ന്റെ 10% എന്ന് പറയുമ്പോൾ 10 തന്നെയാണ്. ഓക്കെ, 100ന്റെ 10%, സോ 10. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് 2000 ഷെയർസ് ആണ്. അപ്പോൾ 2000 × 10 അങ്ങനെയാണ് എന്ത് വരുന്നത്? 20,000 വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അതിലെ കേസ്. സോ യുവർ ഡിസ്കൗണ്ട് 2000 × 10 20,000 വന്നു. ഡിബഞ്ചറിന് മുകളിൽ 2 ലക്ഷം കൊടുത്തു എമൗണ്ട്. അങ്ങനെ പ്രീമിയം 20,000 കിട്ടി. 2,20,000 ടോട്ടലായി ഈ സൈഡിൽ. ദെൻ ബാങ്ക് അക്കൗണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണെന്ന് പറഞ്ഞു. ഡിസ്കൗണ്ട് എത്രയാണ്? 10-ലാണ്. അപ്പോൾ 90 രൂപയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. 90 × 2000 അല്ലേ, 10 രൂപ കുറച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് 1,50,000 വന്നിട്ടുള്ളത്. 2,20,000 1,50,000 കുറച്ചാൽ ബാക്കി കിട്ടുന്ന എമൗണ്ട് 40,000 ഇവിടെ എഴുതുന്നു. അതിന് നേരെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, തൊട്ടുമുകളിൽ പറഞ്ഞ അതേ കേസ് തന്നെ. ദെൻ നമുക്ക് അവിടെ അതല്ല പ്രധാനം, ഇവിടെ നമുക്ക് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ആണ് പ്രധാനം. അപ്പോൾ ഫസ്റ്റ് 6-ാം മാസം, അതായത് ജൂൺ 30-ന് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ടു ഇൻകം ടാക്സ് പേബിൾ. ഈ ജേണൽ എൻട്രി ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇൻകം ടാക്സ് പേബിൾ. എന്ന് വെച്ചാൽ ഡിബഞ്ചർ ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി കാണിച്ചു. ഡിബഞ്ചർ ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി കാണിക്കുക എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇൻകം ടാക്സ് എത്രയാണ്? 1000 എന്ന് പറയുമ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ ഇവിടെ കാണാൻ പറ്റും 10% ആണ് അവിടെ ഇൻകം ടാക്സ് വരുന്നത്. 10% അല്ലെ. അപ്പൊ 10%, പിന്നെ ഇൻട്രസ്റ്റും 10% തന്നെയാണ് പറയുന്നത് അല്ലെ. 10% ഇൻട്രസ്റ്റ് ആ പറയുന്നത്. സോ അവിടെ ആ രീതിയിലാണ് അവിടെ എമൗണ്ട് കൊടുക്കേണ്ടത്. ഓക്കെ, കാണാൻ പറ്റും ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് ആൻഡ് ഇൻകം ടാക്സ് പേബിൾ. ഇവിടെ ഡിബഞ്ചർ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്
10% ആണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. 10% എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് വരുന്നത് 2 ലക്ഷമാണ്. 2 ലക്ഷത്തിൻ്റെ 10% എത്ര വരും? 20,000 വരും. ഓക്കെ. ഈ 20,000 എന്നുള്ളത് 1 ഇയർക്കാണ്. ശരിക്കും നമ്മളിവിടെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് 6 മാസം കഴിഞ്ഞിട്ടാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, പകുതി 10,000. അതാണ് ഈ 10,000 ഇവിടെ വന്നിട്ടത് പകുതിയാണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത്. ആ 10,000ൻ്റെ 10% ആണ് ഇൻകം ടാക്സ് അല്ലെ? ആ 10,000ൻ്റെ 10% 1000 ഇൻകം ടാക്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 9,000 കൊടുക്കുന്നു. ഇൻകം ടാക്സ് ആയിട്ട് 1000 കൊടുത്തിട്ടില്ല, കൊടുക്കാനാകുന്നു 1000. അങ്ങനെയാണ് 9,000 1000 കൂടെ 10,000 ടോട്ടൽ വരുന്നു. 10,000 വന്നത് അങ്ങനെയാണ് പകുതിയാണ് കേട്ടോ. കാരണം 20,000 ടോട്ടൽ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് വരുന്നത് 10% എന്ന് പറയുമ്പോൾ 20,000 ആണ്. 6 മാസം കൂടുമ്പോൾ 10,000 കൊടുക്കുന്നു. പിന്നെ ഒരു 6 മാസം കൂടുമ്പോൾ അടുത്ത 10,000 കൊടുക്കുന്നു. അങ്ങനെ 20,000 ആവും. ഓക്കെ, അപ്പോൾ ഡ്യൂ ആയി ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഓഫ് ടു ബാങ്ക് അത് കൊടുക്കണ ജേർണൽ എൻട്രി 9,000 കൊടുത്തു. കാരണം 9,000 ബാക്കി ഇൻകം ടാക്സ് ആണ് അല്ലേ? ദെൻ ഡിസംബറിൽ എത്തിയപ്പോൾ വീണ്ടും ഈ സെയിം ജേർണൽ എൻട്രി ആവർത്തിക്കുന്നു. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓഫ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇൻകം ടാക്സ് പേബിൾ കാണാം. രണ്ടാം ഘട്ടം എന്ത് കൊടുക്കുകയാണ്? ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. അതേ സെയിം ജേർണൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഓഫ് ടു ബാങ്ക്. ദെൻ ലാസ്റ്റ് ഇൻകം ടാക്സ് പേബിൾ അക്കൗണ്ട് ഓഫ് ടു ബാങ്ക് അക്കൗണ്ട്. അതായത് ഈ 1000വും ഡിസംബറിലെ 1000വും ജൂണിലെ ഈ 1000വും കൂടെ കൂട്ടിയാൽ ടോട്ടൽ 2000 ഇൻകം ടാക്സ് കൊടുത്തു എന്ന രീതിയിൽ കാണിക്കുന്നു. ഇൻകം ടാക്സ് പേബിൾ അക്കൗണ്ട് ഓഫ് ടു ബാങ്ക്. ഓക്കെ, അത് കൊടുത്തു. മറ്റേത് ഡ്യൂ ആയതാണ്. ഇത് രണ്ടും ഡ്യൂ ആയതാണ്. മേലെ കൊടുത്തത് ഇപ്പോഴാണ്. ദെൻ ലാസ്റ്റ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 20,000 ടോട്ടൽ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പം മേലെ കാണിച്ച ഈ ജേർണൽ എൻട്രീസ് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ഒന്ന് നോക്കുക. ഇതോടുകൂടി ഈ ചാപ്റ്റർ വൈൻഡപ്പ് ആയിട്ടുണ്ട്. വീഡിയോ കുറച്ച് ലെങ്ത് ആണെങ്കിലും നിങ്ങൾ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.